എല്ലാവർക്കും നമസ്കാരം. ബീഹാറിൽ 1967 ഇടത് പാർട്ടികൾ നേടിയത് 35 സീറ്റാണ് അവിടുത്തെ നിയമസഭയിൽ. 1962 ഉത്തർപ്രദേശിൽ CPI അന്നത്തെ നേടുന്നത് 14 സീറ്റാണ്. അതുപോലെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദി ബെൽറ്റുകളിലെല്ലാം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ അതേ ഇടതുപക്ഷം ഇന്ന് ഒരു മൂലയിൽ കനലായി ഒതുങ്ങിയിരുന്നു എന്നത് ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞു. അതായത് അവസാനത്തെ കനലിനെ കെടുത്തിക്കളഞ്ഞ പിണറായി സർക്കാർ, അതിന് നേതൃത്വം നൽകിയ, അതിന് പിന്തുണയൊരുക്കിയ ഇടത് നേതൃത്വം, അതിനെ വേറെ തരത്തിൽ സ്തുതിപാടലുകളും വാഴ്ത്തുപാട്ടുകളുമായിട്ട് അതിനൊപ്പം നിന്ന സ്തുതിപാഠകർ എല്ലാവരും ചേർന്ന് ചിത്രം സമ്പൂർണ്ണമാക്കി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണങ്ങളെക്കുറിച്ച് 8 പോയിന്റുകൾ അവതരിപ്പിച്ചു. 2 പോയിന്റുകൾ നമ്മൾ മാറ്റിവെക്കുകയും ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആശാ വർക്കർമാരുമായിട്ട് അവരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളും അതുപോലെ സൊസൈറ്റികളുമൊക്കെ ബന്ധപ്പെട്ട് കേട്ട ഉയർന്ന അഴിമതി വിവാദങ്ങൾ, അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ചില പരാതികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അത്തരം വിഷയങ്ങളെ ഒന്നുമല്ല കാരണങ്ങളായി, പോയിന്റുകളായി അവതരിപ്പിച്ചത്. അതിന് കാരണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആശയപരമായും സംഘടനാപരമായും നമ്മളുടെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായി മാറിയ ചില പോയിന്റുകളെയാണ് നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിച്ചതും അവതരിപ്പിച്ചതും. കാരണം നമ്മൾ മനസ്സിലാക്കണം, വൈകാരികമായി ചില സാഹചര്യങ്ങളിൽ പ്രതികരണം ഉണ്ടാക്കുന്ന ചില പോയിന്റ്സുകൾ ഉണ്ടാവും, മുമ്പേ സൂചിപ്പിച്ചതുപോലെ. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പോലെ അതിസങ്കീർണവും വളരെയധികം വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിച്ചതുമായ ഒരു സംഭവത്തെ തുടർന്ന് നടന്ന 2021 തിരഞ്ഞെടുപ്പിൽ പോലും പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരികയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. പറയാൻ മടിച്ചതിന്റെ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞയാഴ്ച പറയാതെ മാറ്റിവെച്ച 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. ഇടത് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം സംസാരിക്കുന്ന ആ പ്രധാനപ്പെട്ട പോയിന്റിൽ ആദ്യത്തേത് ജാതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യമായ ജാതിയെ അഡ്രസ് ചെയ്യുന്നതിലും അതിനെതിരായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നിർവഹിക്കുന്നതിലും ഇടതുപക്ഷം വരുത്തിയ വലിയ പരാജയം. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം അനന്തരഫലമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാന വോട്ട് ബാങ്കായ അവർണ സമൂഹത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വലിയ വോട്ടുകളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ പിന്തുണ. ഈ പോയിന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ജനത നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, അധികാര തിരസ്കരണത്തിന്റെയും അവസരങ്ങളുടെ നിഷേധത്തിന്റെയും ഒക്കെ അടിസ്ഥാന കാരണമായ അവർണതയെ മുൻനിർത്തിക്കൊണ്ട് ജാതിക്കൊക്കെ അപ്പുറത്ത് ഒരു വലിയ സമൂഹമായും ആ സമൂഹത്തെ വർഗത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടും ഒരു വലിയ ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അഡ്രസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വലിയ ജനകീയ പിന്തുണ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിലേക്ക് വളരാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു ദേശമാണ് ഇന്ത്യ. എന്നാൽ ഇടതുപക്ഷം അതിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഒരു തൊഴിലാളി എന്ന നിലയിൽ ഒരു മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധിയേക്കാൾ എത്രയോ വലുതാണ് ജാതിയുടെ പേരിൽ ഒരു ഇന്ത്യയിലെ സാധാരണക്കാരൻ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം. ഇത് മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടതുകൊണ്ട് സംഭവിച്ച ഈ വീഴ്ചയെ തുടർന്ന് അവർണ സമൂഹം, ഏറ്റവും സാധാരണക്കാരായ ഇന്ത്യയിലെ അടിസ്ഥാന വർഗം ഇടതുപക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പ്രത്യാശ വെച്ചു പുലർത്താം എന്ന് പറയുന്ന ഒരു ചിന്തയെ അവരും പകുതി വഴിയിൽ കൈവിട്ടു. അതിന്റെ ഫലമായാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ബീഹാറിലും ഉത്തർപ്രദേശിലും വരെ രാഷ്ട്രീയമായി വളരെ കൃത്യമായി സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞൊരു പ്രസ്ഥാനം കനലായി ചുരുങ്ങിയതും ഇന്ന് ആ കനൽ പോലും കെട്ടുപോയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജാതിയെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായ ഒരു സാമൂഹ്യ നിരീക്ഷണം നടത്തിയൊരു വ്യക്തി ഡോക്ടർ റാം മനോഹർ ലോഹിയാണ്. അദ്ദേഹം പറഞ്ഞു, വർഗം എന്നത് ചലനാത്മകമാണ്, ജാതി നിശ്ചലമായ വർഗമാണ്. ഈ പറഞ്ഞ പ്രസ്താവനയുടെ ആശയപരമായ കാമ്പ് ഉൾക്കൊള്ളാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയമായ ഇന്ത്യയിലെ പ്രാതിനിധ്യവും അവരുടെ ഇന്ത്യയിലെ സാധ്യതകളും വളരെ ശക്തമാകുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എത്രമാത്രം കാപട്യം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം മലയാളി ഇന്ന് ജീവിക്കുന്നത്, എത്രയും കപടമായ ഒരു പുരോഗമന ചിന്തയാണ് നാം വെച്ചു പുലർത്തുന്നത് എന്ന് നമുക്ക് ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം,
ഏതെങ്കിലും ഒരു ഇടനിലക്കാരൻ നമ്മുടെ കൂടെ കൂടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സൂപ്രണ്ടിനെ കണ്ടൊരു കാര്യം നടത്താനായി അദ്ദേഹം നമ്മുടെ കൂടെ വരും. വന്നു കഴിഞ്ഞ് ഈ പ്രത്യേക സൂപ്രണ്ടിനുമായി സംസാരിച്ച് പുറത്തിറങ്ങി നടക്കുന്ന വഴിയിൽ ഇടനാഴിയിൽ വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചെവിയിൽ അയാൾ മന്ത്രിക്കും. അയാൾ മറ്റേ സാധനമാണ്, ഏത് ജാതി ഉദ്ദേശമാണ് പറയുന്നത്, അയാൾ മറ്റേ സാധനമാണ്, അതിൻ്റെ ഒരു ഹുങ്ക്, അതിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ അക്കാരണം കൊണ്ടാണ് എന്ന് പറയും. എന്നാൽ ഇതേപോലെ തന്നെ മറ്റൊരു സൂപ്രണ്ട്, എന്നാൽ കുറച്ച് കുറിയൊക്കെ തൊട്ടിരുന്നുകൊണ്ട് മുമ്പ് കണ്ട സൂപ്രണ്ട് പറഞ്ഞ അതേ നിലപാട് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, വളരെ കാർക്കശ്യത്തോടെ ഈ വിഷയം നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ ഇടനിലക്കാരൻ നമ്മുടെ ചെവിയിൽ പറയും, അത് അദ്ദേഹം ഭയങ്കര സത്യസന്ധനായ, കാർക്കശ്യക്കാരനായ, ഇടപാടിൽ വളരെ മര്യാദ പുലർത്തുന്ന കൃത്യമായ നിലപാടുള്ള മനുഷ്യനാണെന്ന് പറയും. ഒന്നാലോചിക്കുക, ജാതിയെ മുൻനിർത്തിക്കൊണ്ട് ഒരേ വ്യക്തിയുടെ നിലപാടുകളെ ഏതെല്ലാം തരത്തിൽ, രണ്ട് വ്യക്തികളുടെ നിലപാടുകൾ ഏതെല്ലാം തരത്തിൽ വിഭാഗീകരിച്ചും കുറ്റപ്പെടുത്തിയും ഒന്നിനെ വളരെ പ്രശംസകൾ ചൊരിഞ്ഞും സംസാരിക്കുന്ന ഒരു ശീലം സാംസ്കാരികതയുടെ, കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു കാഴ്ചപ്പാടിന്റെ വളരെ തികഞ്ഞ പ്രതിഫലനമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ കാപട്യം കേരളത്തിന്റെ ഇടനാഴികളിൽ, ഇരുട്ടിൽ, മറവിൽ, ഒളിവിൽ എല്ലാം പതുങ്ങി നിൽപ്പുണ്ട്, അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നുകൊണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ജാതിയില്ലാത്ത കേരളം എന്നത് നമ്മുടെ ഏറ്റവും വലിയ കാപട്യമാണ്. പല സാഹചര്യങ്ങളിലും അത് കൃത്യമായി ഒളിപ്പിച്ചു വെക്കാനും, എന്നാൽ കൃത്യമായ സാഹചര്യം വരുന്ന വേളയിൽ ദംഷ്ട്രകൾ നീട്ടാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ ജാതി ചിന്ത, ജാതിബോധം കേരളത്തിൽ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ കാപട്യത്തിൽ ഇതിങ്ങനെ വരുത്തിയതിൽ ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായ പങ്കുണ്ട്. ഡോക്ടർ റാം മനോഹർ ലോഹ്യ പറഞ്ഞതുപോലെ, അദ്ദേഹം ഈ ചലനാത്മകമായ വർഗം എന്ന് തൊഴിലാളി വർഗത്തെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബേക്കറി അവിടെ തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളി നാളെ കയ്യിൽ കുറച്ച് പണമൊക്കെ വന്നാൽ അയാൾ സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങിയാൽ അയാൾ ഒരു മുതലാളിയായി. അയാളുടെ കീഴിൽ മറ്റു തൊഴിലാളികളുണ്ട്, അവർക്ക് കൂലി കൊടുക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അയാൾ ഒരു മുതലാളിയായി മാറി. അതുകൊണ്ടാണ് തൊഴിലാളി വർഗം ചലനാത്മകമാകുന്നത്. എന്നാൽ ജാതി അങ്ങനെയേ അല്ല. ജാതി അവിടെ നിലനിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ സൂപ്രണ്ടിന്റെ കാര്യം ആലോചിക്കാം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ കൃത്യമായി, അതുകൊണ്ട് ജാതി എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു കെട്ടിക്കിടക്കുന്ന മലിന ജലാശയത്തോട് ഉപമിക്കുകയാണ് വേണ്ടത് എന്ന് പറയേണ്ടി വരുന്നത്. ഒരു ഒഴുകുന്ന പുഴയായി നമുക്ക് തൊഴിലാളി വർഗത്തിന്റെ ചലനാത്മകതയെ വിശേഷിപ്പിക്കാമെങ്കിൽ ഇത് ഒരു കെട്ടിക്കിടക്കുന്ന മലിന ജലാശയമാണ് ജാതി. സ്വാഭാവികമായിട്ടും അവിടെ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇടതുപക്ഷം അത് വേണ്ടതുപോലെ നിർവഹിച്ചുവോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നാരായണഗുരുവും അയ്യങ്കാളിയും ഒക്കെ തുടങ്ങി വെച്ച നവോത്ഥാന പ്രക്ഷോഭങ്ങളെ യഥാർത്ഥത്തിൽ ആ ചിന്തയെ ഏറ്റെടുത്ത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ 1957 വന്ന EMS സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ ഈ ഇത്തരമുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെയെല്ലാം ഇടതുപക്ഷം ചവറ്റുകൊട്ടയിലിടുകയാണ് ചെയ്തത്. അവർ ചെയ്ത ഒരു കാര്യം, അവർ കേരളത്തിലെ ജനസമൂഹത്തോട് പറഞ്ഞ, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞ ഒരു കാര്യം, തൊഴിലാളി വർഗം എന്ന ഒറ്റ സംജ്ഞയിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും എന്നത്, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ആ ഒരു ആശയത്തെയാണ് ഇടതുപക്ഷം പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. അതിന്റെ ഫലമായി എന്താണ് കേരളത്തിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും തൊഴിലാളി എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലത്തെല്ലാം തന്നെ ബഹുഭൂരിപക്ഷവും തൊഴിലാളി വർഗം എന്നൊരു സംജ്ഞയിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ കൂട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ അവർണ ജനത ആഭിമുഖ്യം കാണിച്ചു എന്നുള്ളതാണ്. കാരണം സാർവത്രികമായി ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ നാരായണഗുരുവും അയ്യങ്കാളിയും എല്ലാം തുടങ്ങി വെച്ചത് ഒരു നവോത്ഥാന ചിന്ത, ഇതിൻ്റെയൊക്കെ പുറകു പറ്റി വരുന്ന സമത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വരുന്നു. സ്വാഭാവികമായിട്ടും അവർണ ജനത അതോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അവർ അതിൽ ഉൾപ്പെടുകയും ചെയ്തു. എന്നാൽ കാലം കുറച്ച് കഴിയുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഭൂപരിഷ്കരണ നിയമമൊക്കെ പരിമിതികളോടെയാണെങ്കിലും അതെല്ലാം അതിൻ്റെതായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1970കളുടെ രണ്ടാം പകുതിയിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഗൾഫ് പണത്തിന്റെ ഒരു വലിയ വരവ് സാധ്യത, അത് വളരെ ഗുണപരമായ രീതിയിൽ അവർണരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുകയുണ്ടായി എന്നുള്ളതും ഒരു ചരിത്ര സത്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൂലി മാത്രം ചോദിച്ചിരുന്ന ഒരു ജനത തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെയും തങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെടുന്ന അധികാരങ്ങളെയും കുറിച്ച് ബോധവാന്മാരാവുകയും അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് ഇടതുപക്ഷം നിങ്ങൾ സ്വത്വവാദം പറയാൻ തുടങ്ങുന്നു എന്ന് ആക്ഷേപിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും സ്വത്വവാദം എന്ന ഒരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട്
കേരളത്തിലെ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ജനതയുടെ എല്ലാ പരിശ്രമങ്ങളെയും മുളയിലെ നുള്ളിക്കൊണ്ട് ഒരു പരോക്ഷ സവർണ സ്വത്വവാദത്തിന് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം കൈക്കൊള്ളുന്നു.